പഞ്ചസാര, ചായപ്പൊടി, കേങ്ങ്. എൻ്റെ റബ്ബേ, എന്താ ഒരു വില. സെയ്താലിൻ്റെ ഒരു വിചാരം 10 രൂപ വയ്യ തരാന്ന് പറഞ്ഞേരം ഓനൊരു പപ്പടത്തിന് കെട്ടിടത്താണ് മാറ്റി. ഇതുവരെ 1 ഉറുപ്പ്യ ഞാൻ അവന് കൊടുക്കാനില്ല. എന്നിട്ടാ ഇല്ല മോളെ, അതാടുന്നതേം കുത്തിപ്പെറുക്കി തിന്നോളും. ഏടുന്നാണ് ഈ ഓടിപ്പാഞ്ഞ് വരുന്നത് വിശത്ത് കുളിച്ച്. ഉമ്മ سمع الله لمن حمده الله അബു ആബു അവിടെ വാ വാ ഇങ്ങോട്ട് നീക്ക. അല്ലെൻ്റെ അബു, ഇനി എന്താ പൊരക്ക് പോകാത്തത്? അനക്കെൻ്റെ കുട്ടികളെങ്കിലും കാണുള്ളൂ. ആറ്റുങ്ങളെങ്ങനെ ജീവിക്കുന്നെങ്കിലും അറിയണ്ടേ? എൻ്റെ ഹാജരെ പുതിയ വക്കാലത്തൊന്നും ഈടെ പെടുക്കുന്നില്ല. നിങ്ങൾ വേറെന്തേലും പറ. ആദ്യം ഓളെ തള്ളി നിലത്ത് വെക്കിട്ട്. നമ്മളാരെയും വക്കാലത്തും കൊണ്ട് വന്നൊന്നല്ല, പടച്ചോറ് നിരക്കാത്ത ഇപ്പം ചെയ്യുന്നത്. ഈ നിക്കാഹ് കഴിച്ച പെണ്ണിന് മക്കൾ ഈ അല്ലാണ്ട് പിന്നെ ആരാ പോറ്റുക? അത് പറ. പോറ്റാം. ആ പൊരയും പറമ്പ് വെച്ചിട്ട് ലോൺ എടുക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ലല്ലോ. ആദ്യം ആ തള്ളോട് അത് ചെയ്തുതരാൻ പറ. ഏതു നേരം വലിവും കൊണ്ട് കിടക്കുന്നുള്ള ചക്കാത്തിരി പേരേണ്ട ആവശ്യമൊന്നും അനക്കില്ല. ആകെയുള്ള 10 സെന്റ് ബാങ്കിൽ വെച്ചാല് ഐറ്റിയും കഥലിടുള്ളൂ. വേണ്ട, എന്നാ പിന്നെ ആചരിച്ചല്ലേ, അനക്ക് വേറെ പണിയുണ്ട്. അബുളിയന്റെ കൂട്ടുകെട്ട് വലിയ പ്രശ്ന. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഒന്നും പറഞ്ഞു നടക്കല. കണ്ണു കണ്ട സ്ഥലത്തിനൊക്കെ വില പറയൂ. ഒരു കാര്യമില്ല. ഇക്കിപ്പോ ആയിഷുവിന്റെ കൂടെയാ. ഓള് പഠിക്കുന്ന കാലത്തേ ശരിയല്ല. കെട്ടിയൊന്ന് ഒഴിവാക്കി നിക്കുക. ഏതായിഷു? ആ പിത്തണ പരീതില്ലേ ഓന്റെ ഇത്. കച്ചവടം തുടങ്ങിയാരോ സഹായിച്ചില്ലാന്നും പറഞ്ഞ് എന്നോട് വലിയ ലോഹ്യൊന്നുമില്ല. ഓനോട് ഇനി പടച്ചവരം വന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഉള്ളതെല്ലാം പണയം വെച്ചിട്ടാ ബാപ്പ ഇരുമ്പ് കട ഇട്ട് കൊടുത്തെ. അതും കൊണ്ടേ കളഞ്ഞ്. ബാങ്കുകാർ കൊണ്ടുപോകണേൻ്റെ വിഷമം താങ്ങാൻ കഴിയാണ്ട് ഒരു നെഞ്ചു പൊട്ടി മരിച്ച്. വാടകപ്പുരയിൽ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റാണ്ടായാരാ ഞാനിങ്ങ് വന്നേ. ആരോടെങ്കിലും ഒന്ന് പറയേണ്ടി വെച്ചിട്ട് വന്നതാ. വലിയ കഷ്ടപ്പാടാണ് നിങ്ങളെ കാര്യം. ഇങ്ങോട്ട് വാടി, ഇന്നെ നമ്മള് കാണിച്ചു തരാം. കാലായി തുടങ്ങിയിട്ട് ഒരു വലിയ ആചാര്യ വക്കാലത്ത് കൊണ്ട് പറഞ്ഞു വിട്ടിന്. ഓരിങ്ങൾ ആരാ തള്ളേ? കഥകളൊക്കെ ഞാനും കുറെ കേട്ടിരിക്കുന്നു. കേട്ടിനെങ്കിലേ കണക്കായി പോയി. ഒന്ന് പോടാ അവിടുന്ന്. നാണല്ലാത്തോനെ കെട്ടിയാനെന്ന് പറഞ്ഞ് നടക്കുന്നു. ഓക്കൊരു കീർത്തുണി വാങ്ങിക്കൊടുത്തിനെ. ഈ കുട്ടിയൊക്കെ ഒരു മിഠായി വാങ്ങിക്കൊടുത്ത് ബന്ധട്ടാ എനിക്ക്. ഈ പൊരയിൽ എങ്ങനെ തീ പുകയുന്നത് എപ്പോഴെങ്കിലും അന്വേഷിച്ചിനാ? ചെക്കന് വിട്, ഓനൊന്നും ചെയ്യരുത്. നിങ്ങളെ കാര്യം നോക്ക്, ഇതിലിടപെടണ്ട. ഇതെന്റെ കാര്യം തന്നെയാ. ഈടെ കൊയപ്പുണ്ടാക്കാണ്ട് നീ പോവാൻ നോക്കപ്പോ. ഈ കാഫിരിറ്റിങ്ങളെ ബലത്തില് ഞങ്ങളെ കളിയല്ലേ തള്ളേ?
എപ്പോ ഒറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഈ പോടാ അവിടുന്ന്. ഇതിലും മേലെ എന്ത് കാണിക്കാനാ? ചോദിക്കാനും പറയാൻ ആരില്ലാത്തോണ്ടാ ഓൻ്റെ നെകിളിപ്പ്. കുട്ടികളെല്ലാം ഇങ്ങനെ തച്ചാലെന്താ ചെയ്യാ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്ര, ഇതെല്ലാം ഓരോരുത്തരുടെ യോഗ. മോളെ സാരില്ലപ്പാ, ഇത് നെറ്റിയിൽ പരത്തിയാ മാറിക്കോളും. അലിക്ക് സൈനുവിനും ഇനിയും പേടി പോയിട്ടില്ല. പ്രേതം കൂടിയ പോലെയല്ലേ ഓൻ്റെ തുള്ളല്. എങ്ങനെ പേടിക്കാണ്ടിരിക്കുക? അല്ല പാത്തുമ്മ, ഇടയ്ക്കെല്ലാം അനക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാലെന്താ? അവിടെ പുരയിൽ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഈടെയാണെ അടുക്കളയിൽ ഒരു കൈ സഹായമാവും. ഇനക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. അബു ഇന്നലെ ഒന്ന് കുഴപ്പമുണ്ടാക്കിയില്ലേ? വയ്യപ്പുറത്തേക്ക് ചെല്ലേ. വലിപ്പ എനിക്ക് ഡാൻസ് ഒക്കെ അറിയാം. ആ അതെയോ? നീ ആള് മിടുക്കനാണല്ലോ. Guess we start walking. Come on, Bill's Raven's idea of a joke. I am so not laughing. Hey, she didn't send us here. You're the one who went snooping in her room and നല്ല രസമുണ്ടല്ലേ? ഞാൻ പോരാ. Who booby traps a mirror? Maybe it wasn't a trap. ഡാ, Maybe താക്കിലിരുന്ന് it's കാണാം. home. Maybe this is where she's from. Definitely creepy enough. Like I was saying. Turn back. Turn back. Turn back. Turn back. Turn back. Sweet. Betcha they